UGC NTA NET എക്സാം സോഷ്യോളജി. ഓരോ സൈക്കിളിലും ഒരുപാട് പേര് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പൈസ മുടക്കി ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിച്ച് ഈ പരീക്ഷ എഴുതിയിട്ടും അവർക്ക് ക്ലിയർ ആവാൻ പറ്റുന്നില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UGC NTA NET എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അപ്പോൾ മറ്റേതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോലെ തന്നെ ഈ എക്സാം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതൊരു വ്യക്തിക്കും ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയും ഒരു ക്ലിയർ വിഷനും ഒരു കാം മൈൻഡും പരിശ്രമിക്കാനുള്ള നല്ലൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചില പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ എക്സാമിന് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ പാറ്റേൺസൊക്കെ മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ പഠിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി നമുക്ക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുമ്പം നമ്മുടെ പ്രിപ്പറേഷൻ വേറെ തലത്തിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ഈ എക്സാമിനേഷനെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ഒരു സ്ട്രാറ്റജിക് പ്ലാനിലൂടെ എങ്ങനെ UGC NET എക്സാം ക്ലിയർ ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിവിടെയുള്ളത്. ദിസ് ഈസ് ആൽഫ്രഡ് സോഷ്യോ സർക്കിൾ. മൈ നെയിം ഈസ് ആൽഫ്രഡ്. മിക്ക സ്റ്റുഡൻസിൻ്റെയും ധാരണ എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സാമിനേഷന് പോകുമ്പം മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്തിട്ടാണ് എക്സാമിനേഷന് പോകേണ്ടത് എന്നാണ്. നമ്മുടെ UGC NTA NET എക്സാമിനേഷൻ അല്ലെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒക്കെ സിലബസ് നമ്മൾ നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സിലബസിൻ്റെയും താഴെ അവർ എഴുതിയിട്ടുണ്ടാവും ഈ പറഞ്ഞ ടോപ്പിക്കുകളല്ലാതെ മറ്റേത് ടോപ്പിക്കിൽ നിന്നും ഇവർക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ സിലബസ് വളരെ ഹ്യൂജായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയി എക്സാം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആ ഒരു ധാരണ അത്ര ശരിയല്ല. കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ സൈക്കിളുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ആ പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ച് തന്നെ പല ചോദ്യങ്ങളെയും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു സ്ട്രാറ്റജിക് പ്ലാനിലൂടെ നമ്മൾ മുന്നേറുകയാണെങ്കിൽ UGC NTA NET എക്സാം ഇൻ സോഷ്യോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയായി മറികടക്കാവുന്ന ഒരു കടമ്പയായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കി ഇതിൽ എലിമിനേഷൻ ടെക്നീക്സ് എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് ഓൾറെഡി അറിയാവുന്ന മറ്റു വസ്തുതകൾ വെച്ചിട്ട് എങ്ങനെ ചില ഓപ്ഷൻസ് ക്യാൻസൽ ഔട്ട് ചെയ്യാം, എങ്ങനെ കൃത്യമായി ടൈം മാനേജ് ചെയ്ത് ഓരോ ക്വസ്റ്റിനെയും അറ്റംപ്റ്റ് ചെയ്യാം, ഓവർ തിങ്കിങ് ഇല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ സിംപ്ലീകരിച്ച് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ ടിപ്സും ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ UGC NTA NET എക്സാമിനേഷൻ നമുക്ക് ഒരുമിച്ച് പഠിച്ച് പാസ്സാവാം. കൂടുതൽ ഇൻഫർമേഷന് താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് മുന്നേറാം.